അവസാനം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള ഒരവസരം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ട്രംപ് മുന്നോട്ട് വെച്ച ഈ 28 പോയിന്റ്സ് പ്ലാൻ ഏകദേശം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ കീവിൽ നിന്നുള്ള പ്രസിഡൻഷ്യൽ ഓഫീസിൽ നിന്നും ഒരു ഔദ്യോഗിക അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. 28 പോയിന്റുകളിൽ നിന്നും ഞങ്ങളുടെ സൈഡിലെ കുറെ ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 28 പോയിന്റിൽ ചിലത് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉടൻ തന്നെ പുറത്തു വരും. ഇങ്ങനെയായിരുന്നു അറിയിപ്പ് വന്നത്. ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് മുൻപ് തന്നെ അവസാനിക്കേണ്ടതായിരുന്നു. 2022 മാർച്ചിൽ തന്നെ ഈ ഒരു പ്രശ്നം അവസാനിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെയും 3 വർഷമായി യുദ്ധം തുടരുകയാണ്. രണ്ട് വിഭാഗത്തിനും ജീവൻ നഷ്ടവും സാമ്പത്തിക നഷ്ടവും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അറിയാൻ പോകുന്നത് റഷ്യ ഉക്രൈൻ ഇവർക്കിടയിൽ നടക്കുന്ന അപ്ഡേറ്റ്, കൂടാതെ ഒരു ടൈം ലൈൻ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. യുദ്ധം അവസാനിക്കാൻ എന്തൊക്കെ അവസരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, റഷ്യ എങ്ങനെയെല്ലാം ഇത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു, ഉക്രൈൻ അതെങ്ങനെയെല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു, ഇടയ്ക്ക് എന്തുകൊണ്ട് ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോയി, ഇങ്ങനെ ഡേറ്റ് വൈസ് നമുക്കിതിനെക്കുറിച്ച് അറിയാം. ആദ്യം നമ്മൾ അറിയാൻ പോകുന്നത്, ഇന്ന് അബുദാബിയിൽ ഒരു മീറ്റിംഗ് നടന്നു. അതിനുശേഷം ചില പോസിറ്റീവ് വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ റഷ്യൻ അധികാരികൾക്കും അമേരിക്കൻ അധികാരികൾക്കും ഇടയിൽ അബുദാബിയിൽ വെച്ചൊരു മീറ്റിംഗ് നടന്നു. ഇതിനിടെ ഉക്രൈന്റെ പക്കൽ നിന്ന് വന്നൊരു വാർത്ത, ഞങ്ങൾക്ക് ഈ ഡീൽ ഓക്കെയാണ്. കാരണം സെലൻസ്കി പറഞ്ഞത് 28 പോയിന്റ്സ് ഈ പീസ് പ്ലാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉക്രൈന് ഫേവർ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവരതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ യുദ്ധം അവസാനിക്കും, എന്നാൽ എന്ത് വില കൊടുക്കണം, യുദ്ധം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഉക്രൈനിലെ എല്ലാം എടുക്കുക എന്നുള്ളതായിരുന്നു പദ്ധതിയുടെ പ്രധാനപ്പെട്ടൊരു സാരാംശം. ദ റിയൽ വിന്നർ അത് അമേരിക്കയായിരുന്നു. അപ്പോൾ റഷ്യ ഇവരുടെ ഭൂപ്രദേശങ്ങൾ എടുക്കും, ഉക്രൈനിലെ പ്രകൃതി വിഭവങ്ങൾ അമേരിക്ക എടുക്കും. അപ്പോൾ അവസാനം ഉക്രൈൻ ആയിരിക്കും പരാജയപ്പെടുക. എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് പദ്ധതിയിൽ ഏത് തരത്തിലും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ ഉക്രൈന് ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇത് ഞങ്ങളെ കൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ചില പോയിന്റ്സ് റിമൂവ് ചെയ്തതായി പറയുന്നുണ്ട്. എന്നാൽ എങ്ങനെ നമുക്കിത് വിശ്വസിക്കാൻ സാധിക്കും? 28 പോയിന്റ്, അതിൽ ഒരു പോയിന്റ് പോലും ഉക്രൈൻ അനുകൂലമായിട്ടുള്ളതില്ല. എല്ലാം റഷ്യ തന്നെ എഴുതി കൊടുത്തതുപോലെയാണ് തോന്നുന്നത്, അതും അമേരിക്കയുടെ പീസ് പ്ലാനിൽ. അപ്പോൾ ഇതിൽ പകുതി കുറച്ചുവെന്നൊക്കെ പറഞ്ഞാൽ പോലും എങ്ങനെയാണെങ്കിലും അവസാന നഷ്ടം ഉക്രൈന് മാത്രമായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഈ പീസ് പ്ലാനെ കുറിച്ച് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി അറിയാനും സാധിക്കുന്നില്ല. ഈ പീസ് ഡീൽ എപ്പോഴാണോ സൈൻ ചെയ്യപ്പെടുന്നത് അപ്പോഴായിരിക്കും ഇത് സംബന്ധിക്കുന്ന മുഴുവൻ വിവരങ്ങളും പുറത്തു വരാൻ പോകുന്നത്. ഇപ്പോൾ ആ പ്രധാനപ്പെട്ട ഡാറ്റ അതിനെക്കുറിച്ച് അറിയാം. റഷ്യ ഒരു വർഷത്തെ ഉക്രൈനുള്ളിൽ ഈസ്റ്റേൺ പ്രദേശങ്ങളിൽ വളരെ വേഗത്തിൽ ആക്രമിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 4-5 ദിവസമായി നമ്മളത് അറിയുന്നുണ്ട്. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട ടൈം ലൈൻ നമ്മൾ അറിയണം. ബോറിസ് ജോൺസൺ, അദ്ദേഹമായിരുന്നു ഈ പ്രശ്നം ഇങ്ങനെ നടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അദ്ദേഹം ഇടയ്ക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നെങ്കിൽ ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമായിരുന്നു. ഇത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിരുന്നു. പക്ഷേ ഡാറ്റാസ്, ചില പ്രത്യേക വിവരങ്ങൾ, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ അറിയാം. ഏതൊക്കെ ദിവസങ്ങളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ നടന്നു, എങ്ങനെയെല്ലാമാണ് ഈ സമാധാന ചർച്ച അവസാനിച്ചത്, എത്ര ഭൂപ്രദേശം റഷ്യ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരുന്നു, ഇങ്ങനെ ഓരോ സിംഗിൾ ഡാറ്റാസ് നമുക്കിപ്പോൾ അറിയാം. 2022 ഫെബ്രുവരി മാസം, കൃത്യം പറഞ്ഞാൽ 24-ാം തീയതി ഈ പ്രശ്നം എല്ലാം ആരംഭിക്കുന്നു. അതിരാവിലെ തന്നെ റഷ്യ അവരുടെ എയർഫോഴ്സ് ഉപയോഗിച്ച് ഉക്രൈൻ മേൽ ആക്രമണം നടത്തി. 28-ാം തീയതി കണക്കനുസരിച്ച് നോക്കിയാൽ 1,19,000 സ്ക്വയർ കിലോമീറ്റർ ഉക്രൈൻ ഭൂപ്രദേശത്തിന്റെ ഒരു 20% റഷ്യ പിടിച്ചു വെച്ചിരുന്നു. ക്രീമിയ ഒഴികെയുള്ള പ്രദേശങ്ങളെ കണക്കെടുത്ത് നോക്കിയാൽ ഉക്രൈന്റെ 13% പ്രദേശം റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നു. 28-ാം തീയതിയായിരുന്നു ആദ്യത്തെ സമാധാന ചർച്ച നടന്നത്. 28-ാം തീയതി ഈ ചർച്ച ബെലറസിനും ഉക്രൈനും ഇടയിൽ നടന്നു. ബെലറസ് ഇവിടെ മീഡിയേറ്ററായി പ്രവർത്തിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യൻ സൈന്യം അവിടെ നിന്നും ബെലറസിൽ നിന്നും ഉക്രൈനുള്ളിലേക്ക് കടന്നിരുന്നു. 28-ാം തീയതി പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെവിന്റെ റെസിഡൻസിൽ ഈ ഒരു മീറ്റിംഗ് നടന്നു. മീറ്റിംഗിൽ ആദ്യം സംസാരിച്ച ഒരു കാര്യം, റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഒരു സീസ് ഫയർ സ്ഥാപിക്കണം. സീസ് ഫയർ ഉണ്ടായതിനു ശേഷം അടുത്ത ഘട്ടമായി മറ്റു ചർച്ചകൾ ആരംഭിക്കാം. അടുത്ത ഘട്ടമായി സമാധാനം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിന്റെ ചർച്ചകൾ നടത്താം. ഇങ്ങനെ ആദ്യമായി സമാധാന ചർച്ചയ്ക്കുള്ളൊരു കോൺസെപ്റ്റ് തുടങ്ങിയത് തന്നെ ബെലറസിൽ വെച്ചാണ്. അടുത്ത മാർച്ച് മാസം 3-ാം തീയതി 2ാം ഘട്ട ചർച്ചകൾ ബെലറസ്, പോളണ്ട് ഇവരുടെ ബോർഡറിലുള്ള ഒരു നഗരത്തിലായിരുന്നു നടന്നത്. ഇതിൽ ഉക്രൈന്റെ ഉദ്യോഗസ്ഥരും ഉക്രൈന്റെ വിദേശകാര്യ മന്ത്രി ദിമിത്രിയും പങ്കെടുത്തു. ഇതിൽ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. റഷ്യയുടെ അനുമതി ഇല്ലാതെ ഉക്രൈൻ നാറ്റോയിൽ ചേരരുത്. രണ്ടാമത്തെ കാര്യം ഡീനാസിഫിക്കേഷൻ.
നാസിസത്തിന് പിന്തുണ നൽകുന്നവരെ പുറത്തേക്ക് കളയണം. റഷ്യയ്ക്ക് നൽകണമെന്നും പറഞ്ഞിട്ടില്ല. ഇതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അടുത്തത് മാർച്ച് മാസം 5-ാം തീയതി. ആ സമയം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നഫ്താലി ബെന്നറ്റ് നേരിട്ട് മോസ്കോയിലേക്ക് പോയി പുടിനെ കണ്ട് 1.5 മണിക്കൂറോളം സംസാരിച്ചു. അവിടെ നിന്നും ജർമ്മനിയിലേക്ക് പോയി ജർമ്മനിയിലെ ചാൻസലറുമായി സംസാരിക്കുന്നു. ഇതുവരെയും ടൈം ലൈൻ നോക്കുമ്പോൾ നിങ്ങൾക്കിതിൽ യാതൊരു മാറ്റമോ പ്രശ്നങ്ങളോ ഒന്നും കാണില്ല. ഇതിനുശേഷമാണ് പ്രധാനപ്പെട്ട കഥ ആരംഭിക്കുന്നത്. റഷ്യ ക്യാപ്ചർ ചെയ്ത ഈ പ്രദേശങ്ങൾ ഫെബ്രുവരി മാസം 28-ാം തീയതി, അതായത് യുദ്ധം തുടങ്ങി അടുത്ത 4-ാമത്തെ ദിവസത്തിൽ തന്നെ 13% സ്ഥലം പിടിച്ചെടുത്തു. ക്രീമിയം ചേർക്കുകയാണെങ്കിൽ 20%. അപ്പോൾ ആദ്യഘട്ട ചർച്ച നടക്കുമ്പോൾ തന്നെ, ബലറസിൽ വെച്ച് നടക്കുമ്പോൾ തന്നെ റഷ്യ അവിടെ സ്റ്റഡിയായി അവരുടെ ഗ്രൗണ്ട് സ്ഥലം പിടിച്ചെടുക്കാൻ തുടങ്ങിയിരുന്നു. ഇതിനുശേഷമാണ് പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരുന്നത്. അകത്ത് ബലറസിനെയും കഴിഞ്ഞ് വീണ്ടും ഒരു രാജ്യം സമാധാന ചർച്ചയ്ക്കകത്തേക്ക് വരുന്നു. അത് മറ്റാരുമല്ല, തുർക്കിയാണ്. മാർച്ച് മാസം 7-ാം തീയതി 3-ാം ഘട്ട ചർച്ചകൾ ബലറസിൽ നടക്കുകയാണ്. അതിനു മുൻപ് തന്നെ 6-ാം തീയതി ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി മരിക്കുന്നു. ഉക്രൈന്റെ ഇന്റലിജൻസ് ഓഫീസറായ, ഉക്രൈന്റെ ബാങ്കറായിരുന്ന ഡെന്നിസ് കിരീവ് എന്ന വ്യക്തി കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ചേതനേറ്റ ശരീരം ഇന്റർനെറ്റിൽ വളരെ വേഗത്തിൽ വൈറലാകാൻ തുടങ്ങി. ഇദ്ദേഹം പ്രോ റഷ്യൻ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു എന്നൊരു വാദം ഉണ്ടായിരുന്നു. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഇദ്ദേഹം ഉക്രൈന്റെ ഒരുപാട് ആവശ്യങ്ങൾ, അതായത് ഉക്രൈൻ പ്രസിഡന്റിനെ മാറ്റുക, അതായത് റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെ ഉക്രൈനിൽ നാറ്റോക്കെതിരായ ഒരു നിയമം കൊണ്ടുവരിക, ഇതിനുശേഷം ആര് ഭരണത്തിൽ വന്നാലും നാറ്റോയിൽ ഉക്രൈൻ ചേരാൻ പാടില്ല, ഇങ്ങനൊരു നിയമം അവിടെ കൊണ്ടുവരണം, ഇവയ്ക്കെല്ലാം സപ്പോർട്ട് ചെയ്ത വ്യക്തി സെലൻസ്കിക്ക് ഒരു അഡ്വൈസർ ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം കൊല്ലപ്പെട്ടത് ഈ യുദ്ധത്തിൽ വലിയൊരു വഴിത്തിരിവായി തന്നെ മാറി. എല്ലാവർക്കും അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. റഷ്യയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഉക്രൈനിൽ വെച്ച് കൊല്ലപ്പെടുന്നു. ഇദ്ദേഹം റഷ്യയുടെ ഗോൾസിനൊക്കെ ഓക്കെ പറഞ്ഞ വ്യക്തിയാണ്. സെലൻസ്കിക്ക് അഡ്വൈസ് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഉക്രൈൻ റഷ്യക്കെതിരെ ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ചെയ്യുന്നു എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ ഈ വാർത്ത വലിയ കാര്യമായി മാറി. ഇതിനുശേഷം കഥ ആരംഭിക്കുന്നു. മാർച്ച് മാസം 10-ാം തീയതി ഇദ്ദേഹം കൊല്ലപ്പെട്ട അടുത്ത 4 ദിവസത്തിൽ തന്നെ ഉക്രൈന്റെ ഫോറിൻ മിനിസ്റ്റർ ദിമിത്രി കുലേബും റഷ്യയുടെ ഫോറിൻ മിനിസ്റ്ററും നേരിട്ട് തുർക്കിയിൽ വെച്ച് കണ്ടുമുട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടത്തുന്നു. തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്ററെ മീഡിയേറ്ററാക്കി വെച്ച് ഈ ഒരു മീറ്റിംഗ് നടത്തുന്നു. ഇത് ശ്രദ്ധിക്കുക, ഇത് മാർച്ച് മാസം 10-ാം തീയതിയായിരുന്നു സംഭവിച്ചത്. ഈ ഒരു ചർച്ച ജസ്റ്റ് ഒരു തുടക്കം മാത്രമായിരുന്നു. 3 ഘട്ടമായിട്ടായിരുന്നു അവർ ഈ ചർച്ചയെ തിരിച്ചത്. അതായത് മാർച്ച് മാസം അവസാനിക്കുമ്പോൾ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആദ്യ ശ്രമങ്ങൾ എടുക്കണം. ഇതിൽ 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു. ഒന്നാമത്തേത്, റഷ്യ ഉക്രൈനിൽ സമ്മർദ്ദം ചെലുത്തരുത്. അതായത് റഷ്യ ഇപ്പോൾ ഏകദേശം ചുറ്റി വളഞ്ഞിട്ടുണ്ട്. കൃത്യം പറഞ്ഞാൽ മാർച്ച് മാസത്തിന്റെ 2-ാം ആഴ്ചയിൽ തന്നെ ഉക്രൈന്റെ 25% ഭൂമി അവർ പിടിച്ചെടുക്കാൻ തുടങ്ങി. കീവിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ റഷ്യൻ സൈന്യം നിൽക്കുകയാണ്. ഇത് മാർച്ച് മാസം 10-ാം തീയതി ഈ ചർച്ചകൾ നടന്നപ്പോഴുള്ളൊരു ഡാറ്റയാണ്. മാത്രവുമല്ല, വളരെ ഫേമസ് ആയ മറ്റൊരു കാര്യം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏകദേശം 60-65 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു മിലിറ്ററി കോൺവോയ്, 10,000-ലധികം സൈനികർ, നിരവധി ആയുധങ്ങൾ കൊണ്ടുള്ള വാഹനങ്ങൾ, മറ്റ് ഇൻഫാൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾസ് എന്നിവയെല്ലാം കീവിന്റെ വടക്കൻ പ്രദേശത്തും കീവിന്റെ കിഴക്കൻ പ്രദേശത്തും നിർത്തിവെച്ചിരുന്ന ഈ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇത് സൈക്കോളജിക്കലി ഉക്രൈന് വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു. അപ്പോൾ ആദ്യഘട്ട ചർച്ച തുർക്കിയിൽ നടന്നപ്പോൾ തന്നെ പ്രോഗ്രസ് ഒക്കെ സംഭവിച്ചിരുന്നു. സ്റ്റഡിയായ പ്രോഗ്രസ് അവിടെ സംഭവിക്കുന്നുവെന്ന് റഷ്യയും പറഞ്ഞു, ഉക്രൈനും പറഞ്ഞു. അങ്ങനെ നന്നായി പോയിക്കൊണ്ടിരുന്ന ഈ ചർച്ച എന്തുകൊണ്ട് കുഴപ്പത്തിലായി? ഇത് അടുത്ത് ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. 10-ാം തീയതി ഉണ്ടായ ഈ ഒരു കരാർ എന്തെന്ന് വെച്ചാൽ, ഉക്രൈനിൽ റഷ്യ സമ്മർദ്ദം കാണിക്കരുത്, റഷ്യ ഇതിനു ശേഷം അഡ്വാൻസ്മെന്റ് നടത്താൻ പാടില്ല, അഡ്വാൻസ്മെന്റ് ആകുന്നോ ഇല്ലയോ, കീവിനെ അവർ എൻസർക്കിൾ ചെയ്യാൻ പാടില്ല. ഇതായിരുന്നു ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അടുത്ത് വീണ്ടും മാർച്ച് മാസം 16-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു സമാധാന ചർച്ചയുടെ പ്ലാൻ കൊണ്ടുവരുന്നു. മെഖേലോ പെഡിലോ എന്ന ഉക്രൈന്റെ പ്രധാനപ്പെട്ട നെഗോഷിയേറ്റർ, ഇദ്ദേഹത്തെ ഇതിന് ചീഫായി അസൈൻ ചെയ്യുന്നു. ചീഫ് നെഗോഷിയേറ്റർ എന്നൊരു നിയമനം കൊടുക്കുന്നു. ഉക്രൈന്റെ ഭാഗത്തു നിന്നും 15 പോയിന്റ്സ് അടങ്ങിയ ഒരു സമാധാന പ്രമേയം റഷ്യക്ക് സമർപ്പിക്കുന്നു. അതിന് ചീഫായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി ഇദ്ദേഹമായിരുന്നു. ഈ 15 പോയിന്റിൽ റഷ്യ വളരെ സ്വാഗതം ചെയ്ത ഒരു കാര്യം, നിയമം ഞങ്ങൾ മാറ്റാൻ തയ്യാറാണ്. അതായത് ഞങ്ങൾ ഇനി ചിന്തിച്ചാൽ പോലും നാറ്റോയിൽ ചേരാൻ കഴിയില്ല. ഉക്രൈൻ നാറ്റോയിൽ ഒരിക്കലും ഇനി ചേരില്ല. പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ ഉക്രൈൻ ചേരുന്നത് റഷ്യ ഏത് തരത്തിലും തടയാൻ പാടില്ല. ഇതായിരുന്നു ഈ 15 പോയിന്റ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതിനുശേഷം മാർച്ച് മാസം 20-ാം തീയതി
വീണ്ടും ഒരു മീറ്റിംഗ് നടക്കുന്നു. ഇതിൽ തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ നേരിട്ടൊരു കാര്യം പറയുന്നു: റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കും. സ്റ്റഡിയായ ഒരു പ്രോഗ്രസ് അവിടെ സംഭവിക്കുകയാണ്. രണ്ട് വിഭാഗവും അടുത്തൊരു മീറ്റിംഗ് നടക്കുമ്പോൾ സമാധാന എഗ്രിമെന്റിൽ സൈൻ ചെയ്യും. ആ ഒരു രീതിയിലേക്ക് പ്രോഗ്രസ് വന്നു. മാർച്ച് മാസം 20 ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. ഇതിനുശേഷമുള്ളത് ക്ലൈമാക്സ് ആണ്. 29 അടുത്ത മീറ്റിംഗ് ഇസ്താൻബുളിൽ വെച്ച് ഷെഡ്യൂൾ ചെയ്തു. ഇതുവരെയും എല്ലാം നന്നായി പോവുകയായിരുന്നു. അതായത് ഇതിനുശേഷം റഷ്യ കൂടുതലായി ഏതൊരു മുന്നേറ്റവും നടത്തിയില്ല. മാർച്ച് മാസം 29 പ്രധാനപ്പെട്ട ചർച്ച നടത്തുന്നു. ഇത് തുർക്കിയിൽ നടന്ന ഈ ഒരു ചർച്ച സക്സസ്ഫുള്ളായി അവസാനിച്ചു. തുർക്കി മീഡിയേറ്ററായി ആക്ട് ചെയ്ത ഈ ഒരു ചർച്ച ശരിക്കും വിജയകരമായിരുന്നു. റഷ്യയും സമ്മതിച്ചു, ഉക്രൈനും സമ്മതിച്ചു. ഉക്രൈൻ പ്രദേശങ്ങളിൽ നിന്നും ഞങ്ങൾ പിന്മാറാൻ റഷ്യ സമ്മതിച്ചു. അതായത് ആദ്യത്തെ 10 ദിവസത്തിൽ, കൃത്യം പറഞ്ഞാൽ മാർച്ച് മാസം 29 ആരംഭിച്ച് ഏപ്രിൽ മാസം 9 10 ഇതിനുള്ളിൽ റഷ്യ ആ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ വിട്ട് പുറത്തേക്ക് പോകണം. അതായത് കീവ്, ചെർണി, സുമി, ജെദോമിർ ബ്ലാസ്റ്റ് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഏപ്രിൽ മാസം 8 മുൻപ് റഷ്യ പുറത്തേക്ക് പോകണം. ഇതവർ പറയാൻ കാരണം ഉക്രൈന് സ്വതന്ത്രമായി തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരണം. ഇപ്പോൾ ഏകദേശം റഷ്യ ഉക്രൈന്റെ തലയിൽ തോക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാവുന്ന ഒരു ഭയാനകമായ സാഹചര്യമായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. അത് കാരണം ഉക്രൈൻ അവിടെ ഒരു സ്പേസ് ഇല്ലായിരുന്നു. അതിനാൽ ഇപ്പോൾ ഒരു സ്പേസ് നൽകണം, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് അവസരം ഉണ്ടാകണം. അതുകൊണ്ട് അവരെ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. റഷ്യ പറയുന്ന കാര്യങ്ങളെല്ലാം ഉക്രൈൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനാവശ്യമായ സമയം അവർക്ക് നൽകണം. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാനുള്ള ഒരു ആവശ്യം റഷ്യയോട് ചോദിച്ചു. റഷ്യയും അത് സമ്മതിക്കുന്നു. അടുത്ത ഘട്ട ചർച്ച ഏപ്രിൽ മാസം 2 ആഴ്ചയിൽ നടക്കും. ഇതേ തുർക്കിയിൽ വെച്ച് നടക്കും. ആ സമയം ഉക്രൈനും റഷ്യയും സമാധാന എഗ്രിമെന്റിൽ ഒപ്പിടുമെന്നുള്ളതായിരുന്നു വലിയൊരു വാർത്ത. എന്നാൽ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തായിരുന്നു അവിടെ ഒരു ശകുനിയായി എത്തിയത്. UK പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ ആയിരുന്നു ആ ശകുനിയായി അവിടെ എത്തിയത്. ചിന്തിച്ചു നോക്കുക, 29 മാർച്ച് മാസത്തിൽ 2 വിഭാഗവും സമ്മതിക്കുന്നു, പുറത്തേക്ക് പോകണം, ഞാൻ നാറ്റോയിൽ ചേരില്ല എന്ന്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏപ്രിൽ മാസം 8 റഷ്യ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് പോകുന്നു. ഉക്രൈൻ പ്രദേശങ്ങളിൽ നിന്നും പതിയെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഇതിൽ ഉക്രൈൻ ഒരുപാടിടങ്ങളിൽ കൗണ്ടർ ഒഫൻസീവ് ചെയ്തതായി വാർത്തയുണ്ട്. എന്നാൽ റഷ്യ പുറത്തേക്ക് പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം തുർക്കി നൽകിയൊരു ഉറപ്പായിരുന്നു. ഏത് മാധ്യമങ്ങൾ റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും UK ഒഴികെ മറ്റെല്ലാ മാധ്യമങ്ങളും പറയുന്നത് ഇതേ ഒരു കാര്യം തന്നെയാണ്, വിത്ത് റിപ്പോർട്ട്സോട് കൂടി. എന്നാൽ ഏപ്രിൽ മാസത്തിൽ പ്രധാനപ്പെട്ട ഒരു വിസിറ്റ് ഉക്രൈനിലേക്ക് വരുന്നു. അതാരാണെന്ന് നോക്കിയാൽ ബോറിസ് ജോൺസൺ. ഏപ്രിൽ മാസം 9 ഉക്രൈനിൽ കാലുകുത്തി. ഉക്രൈനിൽ പോയ വ്യക്തി യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ സെലൻസ്കി, നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ഇറങ്ങി യുദ്ധം ചെയ് എന്ന് പറഞ്ഞ് സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്തേക്ക് കടന്ന് ആയുധങ്ങൾ കൊടുത്ത് മുഴുവനായും എല്ലാം അവസാനിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഉടനെ തന്നെ ആയുധങ്ങളെല്ലാം ഉക്രൈനിലേക്ക് വന്നോ എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു. പക്ഷേ റഷ്യ പിന്നിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഉക്രൈൻ അവർക്ക് ആവശ്യമായ എല്ലാ ആയുധങ്ങളും അവിടെ കൊണ്ടുവന്ന് നിറച്ചു. ഇതിനുശേഷം റഷ്യ ഒരിക്കലും മുന്നേറി വരാൻ പോകുന്നില്ല, അവർ പിന്നിലേക്ക് പോയി. അപ്പോൾ ഉക്രൈൻ അവിടെ ഫോർട്ടിഫൈ ചെയ്തു. റഷ്യൻ തിരിച്ചു വരികയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. അതുകൊണ്ട് അവിടെ പൊസിഷൻസിനെ എല്ലാം സെക്യൂർ ചെയ്തിട്ട് റഷ്യയെ പിന്നിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം റഷ്യ ചിന്തിച്ചാൽ പോലും തിരികെ എടുക്കാൻ കഴിയാത്ത തരത്തിൽ സെക്യൂർ ചെയ്തു. ഇത് വീണ്ടും വ്യക്തമായൊരു ഡാറ്റയോട് കൂടി പറയാം. നിങ്ങൾ ഈ ടേബിൾ നോക്കുക. ഈ ഡാറ്റ നോക്കുമ്പോൾ ഏത് ദിവസങ്ങളിൽ എത്ര പ്രദേശങ്ങളാണ് റഷ്യ ഉക്രൈനുള്ളിൽ നിന്നും പിടിച്ചെടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. 28 ആദ്യത്തെ ചർച്ച ബലറസിൽ നടന്നപ്പോൾ 20% സ്ഥലമായിരുന്നു. 1,19,000 സ്ക്വയർ കിലോമീറ്റർ റഷ്യ പിടിച്ചു വച്ചിരുന്നു. 22 മാർച്ച് മാസം 2ാം ഘട്ട ചർച്ചകൾ നടന്നു. ആ സമയം 27% ഭൂമിയായിരുന്നു പിടിച്ചു വച്ചത്. മാർച്ച് മാസം 29 റഷ്യ പിന്നിലേക്ക് പോകാൻ തീരുമാനിച്ചല്ലോ. അതിനുശേഷം കൃത്യം ഏപ്രിൽ മാസം 8 8% തിരിച്ചടി വാങ്ങി. 1,14,000 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു റഷ്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ സമയം. മറ്റ് പ്രദേശങ്ങളിൽ നിന്നെല്ലാം പിന്നിലേക്ക് പോയി. ഏപ്രിൽ മാസം 8 റഷ്യ പിന്നിലേക്ക് പോയതിനു ശേഷം 9 ബോറിസ് ജോൺസൺ ഉക്രൈനിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. ഇദ്ദേഹം അന്നൊന്നും ചെയ്യാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്ര വലിയ നഷ്ടം ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം ചെയ്യുന്നത് ചെയ്തിട്ട് പോയി. പക്ഷേ സെലൻസ്കി തീരുമാനമെടുക്കേണ്ട ഒരു പൊസിഷനിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം തീരുമാനമെടുക്കുന്നതിന് പകരം അധികാരത്തോടുള്ള ആസക്തി കാരണം
അധികാരത്തിന്റെ ഈഗോ കാരണം അദ്ദേഹം വിപരീതമായ ഒരു തീരുമാനമായിരുന്നു എടുത്തത്. സത്യത്തിൽ ഈ അധികാരമോഹം ആരുടെ കയ്യിലാണോ ലഭിക്കുന്നത് അവർ സ്വയം അങ്ങ് വിജയിയായി ചിത്രീകരിക്കും, മറ്റുള്ള ഒന്നും തന്നെ ചിന്തിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഉക്രൈന് സ്വാതന്ത്ര്യം ലഭിക്കാൻ പാടില്ലേ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ സ്ഥാനത്ത് അന്ന് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ചിന്തിച്ചിരിക്കുകയുള്ളൂ. റഷ്യ പറഞ്ഞത് കേൾക്കുമായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം, ഒരു കൊമേഴ്ഷ്യൽ വാറിൽ റഷ്യയെ വിൻ ചെയ്യുക എന്നത് സാധാരണ ഒരു കാര്യമേ അല്ല. ലോകത്തിൽ തന്നെ വളരെ വലിയൊരു ശത്രുവായിരുന്ന, ശക്തിയായി രൂപം കൊണ്ടിരുന്ന ജർമ്മനിയെ പോലും പതിയെ പതിയെ പിഴിഞ്ഞ് തിരിച്ചോടിപ്പിച്ചവരാണ്. അപ്പോൾ ഇവരുമായി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയത് പോലും ഉക്രൈൻ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമായി മാറിയിട്ടുണ്ട്. ഈ ഡാറ്റാസ് എല്ലാം നിങ്ങൾക്കിപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.